സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ 2 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ചും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങൾ സാന്ത്വന സാജു നൽകും. സാന്ത്വന, വിവരങ്ങൾ. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു 3-4 ദിവസമായി മഴ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നിരുന്നാലും നാളെ മുതൽക്ക് തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ 2 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. എന്നാൽ നാളെ മുതൽ 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. നാളെ ഇപ്പോൾ ഇടുക്കി, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. അതിൽ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ തിങ്കളാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 7 ജില്ലകളിലും ചൊവ്വാഴ്ച 11 ജില്ലകളിലുമാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച 2 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച 4 ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലും മഴ കനക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ മഴ മുന്നറിയിപ്പുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. ഈ ചൊവ്വാഴ്ച ദിവസത്തെ നോക്കുകയാണെങ്കിൽ 4 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് വടക്കൻ ജില്ലകളിൽ വളരെ വലിയ രീതിയിലുള്ള മഴ ഇല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി വടക്കൻ ജില്ലകളിലായിരുന്നു വളരെ ശക്തമായ മഴയുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെയും വളരെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വളരെ വലിയ ദുരന്തങ്ങളൊക്കെ തന്നെ നമ്മൾ കൺമുൻപിൽ നിൽക്കുകയാണ്. അതിപ്പോഴും മാഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ എന്നിരുന്നാലും തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുമുണ്ട്. ശരി, സാന്ത്വനയാണ് വിവരങ്ങൾ നൽകിയത്.